എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി, തായ്ലൻഡിലെ പട്ടായയിലാണ്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് തായ്ലൻഡ് കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് പട്ടായയിൽ നിന്ന്. പലരുടെ കമൻറ്റുകൾ സ്ഥിരമായിട്ടുണ്ട്, പട്ടായ വിട്ടുപിടിക്കാറായില്ല എന്ന്. പട്ടായയുടെ കാഴ്ചകൾ എത്രമാത്രം കാണിച്ചാലും മതിയാവില്ല. അതിനാൽ തന്നെ ഇനിയും എത്രമാത്രം കമൻറ്റുകൾ വന്നിരുന്നാലും പട്ടായയുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു ചൈന മാർക്കറ്റിലാണുള്ളത്. ചൈന മാർക്കറ്റിൻ്റെ ഒരു സൈഡിലിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. തായ്ലൻഡ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാന ഒരു ഐറ്റമാണ് മാംഗോ. തായ്ലൻഡ് മാംഗോസിനും വേൾഡ്, അതായത് ലോകത്തിലെ എല്ലായിടത്തും വൻ പ്രചാരമാണുള്ളത്. തായ്ലൻഡ് മാംഗോ എന്ന് പറഞ്ഞാൽ ഇതാണ് തായ്ലൻഡ് മാംഗോ. ഓക്കെ, അപ്പോൾ വലിയ സ്മെല്ലില്ല, അങ്ങനെ സ്മെല്ല് കിട്ടില്ല. അതായത് നമ്മൾ ഗുജറാത്ത് സൈഡും നമ്മുടെ നാട്ടിൽ നിന്നുള്ള മാങ്ങകൾക്കൊക്കെ അത്ര അധികം സ്മെല്ല്, ഇങ്ങനെ പുറത്തേക്കൊന്നും വലിയ കാര്യമായിട്ട് സ്മെല്ലില്ല. പക്ഷെ എൻ്റെ രുചി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, രുചി എന്ന് പറയുമ്പോഴേക്ക് വായിൽ വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ തായ്ലൻഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് സ്റ്റിക്കി മാംഗോ റൈസ്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ റൈസ് എത്തിക്കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റിക്കി മാംഗോ റൈസ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചരിച്ചോറ്, അതായത് ഒട്ടണ ചോറ്, അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരിക്കും. തേങ്ങയുടെ തൻപാൽ, ഫസ്റ്റ് പാല് അല്ലെങ്കിൽ ക്രീം ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെയുള്ള മാംഗോസ് കട്ട് ചെയ്തിട്ട് അത് ഇട്ടിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കഴിക്കാറുള്ളതാണ്. ചോറും പഴമൊക്കെ കഴിച്ചിട്ടുള്ള ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ വലിയ പുതുമില്ലെങ്കിലും തായ്ലൻഡ് സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് മേടിച്ച് കഴിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴിച്ചിട്ട് ഞാനൊരു അഭിപ്രായം പറയാം. അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി തായ്ലൻഡിലെ സ്റ്റിക്കി മാംഗോ റൈസ്. നാളെ നിങ്ങളോട് ആരെങ്കിലും സ്റ്റിക്കി മാംഗോ റൈസ് എന്താണെന്ന് ചോദിച്ചാൽ അത് അറിയില്ല എന്ന് എൻ്റെ ഒരു പ്രേക്ഷകരും പറയരുത്. തായ്ലൻഡ് പോയവരോട് നിങ്ങൾ ചോദിക്കണം സ്റ്റിക്കി മാംഗോ റൈസ് കഴിച്ചോ എന്നുള്ളത്. അപ്പോൾ അത് പ്രകാരം ഇത് കഴിച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. ഞാൻ എടുക്കുമ്പോഴേക്കുണ്ടല്ല വായന്നിങ്ങനെ എനിക്ക് വയ്യ. എൻ്റെ എല്ലാ തായ്ലൻഡ് സന്ദർശനത്തിലും ഇത് കഴിക്കാതെ ഞാൻ പോകാറില്ല. അപ്പോൾ അത് തന്നെ മാംഗോ മാത്രമല്ല, റൈസ് അടക്കം കഴിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ എൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റിക്കി മാംഗോ റൈസ് കഴിക്കുന്നു. നിങ്ങൾ കഴിച്ചിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഹാരിസ് അമീർ അലി, കളമശ്ശേരി റോയൽ സ്കൈ ഓഫീസിലുണ്ടാവും. നിങ്ങളെ പൈസ മേടിച്ച് പൊക്കാം. അത്ര സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത്ര സൂപ്പറാണത്. അപ്പോൾ തായ്ലൻഡ് സന്ദർശിക്കുന്നവർ നിർബന്ധമായിട്ടും കഴിക്കുക സ്റ്റിക്കി മാംഗോ റൈസ്. രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഇനി തായ്ലൻഡ് സന്ദർശിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങളുടെ നാട്ടിൽ നല്ല പച്ചരിച്ചോറ് വെക്കാം, തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുക, മാങ്ങ കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ നല്ല പഴം കട്ട് ചെയ്തിടുക, എന്നിട്ട് കഴിക്കുക. ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തേങ്ങാപ്പാലിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഞാലിപ്പൂവൻ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞരണ്ടിയിട്ട് ചോറ് കൂട്ടി കഴിച്ചു വെക്കും, എന്നിട്ട് അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് ഞാൻ വരും. തായ്ലൻഡിൻ്റെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുണ്ട്. സ്പെഷ്യലി തായ്ലൻഡിൽ നിന്ന് ഒരുപാട് പുതുമയുള്ള വീഡിയോസ് ഉണ്ട്. മുതലേനെ കഴിക്കുന്നതും മാൻ കഴിക്കുന്നതും എല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം കാണുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ സ്ഥാപനമായ റോയൽ സ്കൈ ഹോളിഡേയ്സ് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം സുഹൃത്തുക്കൾ തായ്ലൻഡ് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിരന്തരമായിട്ടൊരു അഭ്യർത്ഥന മാനിച്ചിട്ട്, പ്രത്യേകിച്ച് ഏതാനും സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഹാരിസ്ക്ക് ഇത്ര നാളും സ്റ്റിക്കി മാംഗോ റൈസിന് വീഡിയോ ഇട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വീഡിയോ ഇടാൻ എന്നെ എപ്പോഴും നിർബന്ധിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.